Hi friends, this is Prasun Banerjee. ഇത്തവണ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരു നീണ്ട കാലയളവ് എടുക്കേണ്ടി വന്നു. ആ കാര്യത്തിൽ ഞാൻ ആദ്യമേ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കൂടാതെ യൂട്യൂബ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലോഡ് ആക്കിയ വിവരം കൂടി സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു. മോണിറ്റൈസേഷൻ അപ്ലോഡ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ സ്നേഹവും സഹകരണവുമാണ്. തുടർന്നും ഞാൻ നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. മോണിറ്റൈസേഷൻ അപ്ലോഡ് ആയതിനു ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ട്രാവൽ വീഡിയോ ആണിത്. ഇത്തവണ എൻ്റെ യാത്ര വിശ്വപ്രസിദ്ധമായ കന്യാകുമാരിയിലേക്കായിരുന്നു. നമുക്കേതായാലും യാത്രയിലേക്ക് നേരിട്ട് പോകാം. തമിഴ്നാട്ടിലെ ഒരു തീരദേശ നഗരമാണ് കന്യാകുമാരി. കേപ്പ് കോമറിൻ എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ദേവി കന്യാകുമാരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് ലഭിച്ചത്. ഏറ്റവും അടുത്ത സിറ്റി നാഗർകോവിലാണ്. ഈ ഇടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അറേബ്യൻ കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ ഒരേ പോയിന്റിൽ സംഗമിക്കുന്ന സ്ഥലം കൂടിയാണത്. കൂടാതെ സൂര്യോദയം സൂര്യാസ്തമയം ഒരേ ഇടത്തു തന്നെ നിങ്ങൾക്ക് കാണാം. പരശുറാം എക്സ്പ്രസ്സിലായിരുന്നു എൻ്റെ യാത്ര. കാലത്ത് 10 മണിയോടെ തിരൂർ സ്റ്റേഷനിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ട്രെയിൻ കയറി. ഏകദേശം 11-11.5 മണിക്കൂർ യാത്ര ചെയ്ത് പരശുറാം എക്സ്പ്രസിൻ്റെ അവസാന സ്റ്റേഷനായ നാഗർകോവിലിൽ ഇറങ്ങി. നാഗർകോവിൽ സ്റ്റേഷന്റെ മുൻവശത്തു കൂടി ബസ് പോകുന്നുണ്ടെങ്കിലും കന്യാകുമാരിക്ക് ഡയറക്റ്റായി ബസ് കിട്ടാൻ 1/2 കിലോമീറ്റർ നടന്നു ജംഗ്ഷനിലെത്തണം. അവിടെ നിന്നും 20-25 മിനിറ്റ് ബസ് യാത്രയ്ക്ക് ശേഷം കന്യാകുമാരിയിൽ എത്തിച്ചേർന്നു. നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതിനായി ലോഡ്ജ് അന്വേഷിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ സ്റ്റോപ്പിൽ ഇറങ്ങുന്നതാണ് നല്ലത്. അവിടെ ഒരുപാട് ലോഡ്ജുകൾ നമുക്ക് കണ്ടെത്താനാവും. മാത്രമല്ല ടെമ്പിളും ഫെറിബോട്ട് ജെട്ടിയും എല്ലാം പോലീസ് സ്റ്റേഷൻ സമീപത്താണ്. 5 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത്. കാലത്ത് സൂര്യോദയം പകർത്താനായി കത്തോലിക് ചർച്ചിന് മുന്നിലായി നിലയുറപ്പിച്ചു. 20 മിനിറ്റോളം കാത്തു. സൂര്യോദയം നന്നായി കാണാൻ പറ്റിയില്ല. മേഘങ്ങൾ പണി പറ്റിച്ചു. സൂര്യോദയം കാണുക പ്രയാസമാണെന്ന് ഇന്നലെ തന്നെ ഹോട്ടലിൽ നിന്നും ഒരാൾ പറഞ്ഞിരുന്നു. മഹാബലിപുരത്തു നിന്നും മുമ്പ് സൂര്യോദയം നന്നായി പകർത്താൻ പറ്റിയതു കാരണം പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയില്ല. തിരികെ പോരുമ്പോൾ ഫെറിബോട്ടിനായി ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ച വളരെ കൗതുകകരമായി തോന്നി. ബോട്ട് വിവേകാനന്ദ പാറയിലേക്കുള്ള യാത്രയാണ്. ആദ്യം ചെറുതായൊന്ന് കൺഫ്യൂഷനായി. ടിക്കറ്റിനായി ഇപ്പോഴേ വരി നിൽക്കണോ? സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു. സ്പെഷ്യൽ എൻട്രൻസിന് വരി നിൽക്കേണ്ട കാര്യമില്ല, അയാൾ മറുപടി പറഞ്ഞു. സാധാരണ നിരക്ക് ഒരാൾക്ക് 34 രൂപയാവുമ്പോൾ സ്പെഷ്യൽ എൻട്രൻസിന് 169 രൂപ. പക്ഷെ വലിയൊരു തിരക്കിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. കുറച്ച് സ്ഥലങ്ങൾ കൂടി ക്യാമറയിൽ പകർത്താനുള്ള അവസരവും സമയവും ലഭിക്കുകയും ചെയ്യും. ക്യൂ നിൽക്കുന്ന ആളുകളെ ക്യാമറയിൽ പകർത്തി താഴേക്ക് നടന്നു. നിറയെ വഴിവാണിപ്പക്കാർ നിരന്നു കിടപ്പുണ്ട്. കൗതുകരമായ ചില നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തി. ബദാം ചിപ്സ് വിൽപ്പനക്കാരൻ, പച്ച കുത്തുന്ന ഒരു പയ്യനും ക്ഷമാപൂർവം അതിനിരുന്നു കൊടുക്കുന്ന ആളും. ശംഖിൽ പേരെഴുതിക്കുന്നവർ.
കുതിര സവാരി നടത്തുന്നവർ. അങ്ങനെ നിരവധി ആളുകൾ. എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും ഒഴിഞ്ഞ ഫ്രെയിം കിട്ടുന്നില്ല. പ്രകൃതിയെ അതിൻ്റെ തന്മയത്വത്തോടെ ക്യാമറയിൽ പകർത്താനാവുന്നില്ല. ക്യാമറ ഓണാക്കുമ്പോൾ ചിലർ മനഃപൂർവ്വം ഫ്രെയിമിന് മുന്നിൽ അകപ്പെടാൻ വേണ്ടി ശ്രമിക്കും. ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണെന്ന് കരുതി ക്യാമറയുമായി നടക്കുന്ന ചിലർ അവരുടെ ക്യാമറയിൽ ഫോട്ടോ എടുത്തു തരുമോ എന്ന് അന്വേഷിക്കും. കൂടുതൽ മിഴിവാർന്ന ഫോട്ടോ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവർ അങ്ങനെ ചോദിക്കുന്നത്. ഈ ക്യാമറയല്ലാതെ മറ്റൊരു ക്യാമറയും ഉപയോഗിക്കാൻ അറിയില്ലെന്ന ലോജിക് ഇല്ലാത്ത മറുപടി പറഞ്ഞ് ഞാൻ രക്ഷപ്പെടും. ഞാൻ ഫോട്ടോഗ്രാഫറല്ലെന്ന് അറിഞ്ഞിട്ടും ചിലർ വെറുതെ എന്നെ സമീപിക്കും. അവരുടെ ഫോട്ടോ ക്യാമറയിൽ എടുത്ത് കാണിക്കാമോ എന്ന് ചോദിക്കും. സ്വസ്ഥമായി ദൃശ്യങ്ങൾ പകർത്താനാവുന്നില്ല. പരമാവധി തലകളെ ഒഴിവാക്കിക്കൊണ്ട് ക്യാമറ ചലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കന്യാകുമാരി ഒരുപാട് പ്രത്യേകതകളുള്ള ഇന്ത്യയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം തന്നെ. പക്ഷേ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഓവർ മാർക്കറ്റഡ് ആയാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓവർ മാർക്കറ്റഡ് പ്ലേസ് എപ്പോഴും ഓവർ ക്രൗഡിനെയും സൃഷ്ടിക്കും. ഒരു പ്ലേസ് അതിൻ്റേതായ ഡെപ്തിൽ ആസ്വദിക്കുന്നവർക്ക് ഇതൊരു വലിയ തടസ്സമാണ്, ഈ ജനക്കൂട്ടം. ഏഴ് 45 വിവേകാനന്ദ പാറയിലേക്കുള്ള ഫെറി ബോട്ടിന്റെ ടിക്കറ്റ് കൊടുത്തു തുടങ്ങും. 8 മണിയോടെ ഞാൻ അവിടെ എത്തി. വിവേകാനന്ദ പാറ രാവിലെ സന്ദർശിക്കുന്നതാണ് കൂടുതൽ നല്ലത്. വെയിലിന് ശക്തിയേറും തോറും സന്ദർശനം കഠിനമാവും. 8 മണിയോടെ ജെട്ടിയിലെത്തി. ചെന്ന ഉടനെ ടിക്കറ്റ് എടുക്കാനായി. അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്പെഷ്യൽ എൻട്രൻസ് തുകയായ 169 രൂപ കൊടുത്ത് കയറുന്നതാണ് നല്ലത്. ബോട്ടിൽ കയറുമ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ വരികളാണ്. ഒരു ഫെറിയിൽ ഒരു സമയം ഏകദേശം 200 പേരെങ്കിലും ഉൾക്കൊള്ളുമെന്നാണ് തോന്നുന്നത്. കരയിൽ നിന്നും വെറും 1/2 കിലോമീറ്റർ അകലെയാണ് വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത്. പുറപ്പെട്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ പാറയിൽ എത്തിച്ചേർന്നു. ഫെറി ബോട്ട് ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഷൂവും ചെരുപ്പുമൊക്കെ സൂക്ഷിക്കുന്നതിനായി ഒരിടമുണ്ട്. അവർ നമുക്ക് ഒരു ടോക്കൺ നൽകും. തലകൾ ക്യാമറയിൽ പതിയാതെ ദൃശ്യങ്ങൾ പകർത്താൻ നന്നേ പാടുപെട്ടു. ഏറ്റവും ദുഃഖകരമായി തോന്നിയത് ധ്യാന മണ്ഡപത്തിലേക്കുള്ള ആളുകളുടെ ഇടിച്ചു കയറ്റമാണ്. എന്തിനു വേണ്ടിയാണ് ആളുകൾ തിരക്ക് കൂട്ടുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ധ്യാന മണ്ഡപത്തിൽ ക്യാമറ അനുവദനീയമല്ല. മാനേജ്മെന്റ് വളരെ വൃത്തിയും വെടിപ്പുമായി ഈ പ്രദേശത്തെ അതിൻ്റെ പ്രാധാന്യത്തോടെയാണ് സൂക്ഷിക്കുന്നത്. അത് വളരെ പ്രശംസനീയം തന്നെ. മറ്റ് സെക്യൂരിറ്റി ഗാർഡുകളും വളരെ ഫ്രണ്ട്ലി ആയി തന്നെയാണ് ആളുകളോട് പെരുമാറുന്നത്. ആ മൂല്യം വരുന്ന സന്ദർശകർക്ക് കൂടി ഉണ്ടാവേണ്ടിയിരിക്കുന്നു.
ലോകം കണ്ടതിൽ വെച്ച് വലിയ ആത്മീയ നേതാവും പാശ്ചാത്യ ലോകത്തിനു മുന്നിൽ ധ്യാനത്തിൻ്റെയും യോഗയുടെയും വേദാന്തത്തിൻ്റെയും മൂല്യങ്ങളെ അവതരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതുമായ മഹാത്മാവ് സ്വാമി വിവേകാനന്ദൻ്റെ സ്മരണ നിലനിർത്തുന്ന വിവേകാനന്ദ പാറ. ഈ പാറയിൽ സന്ദർശിക്കുന്ന ആളുകൾ ഈ സ്ഥലത്തിൻ്റെ സാംസ്കാരിക പ്രാധാന്യത്തെപ്പറ്റി കൂടി ബോധവാന്മാരാകേണ്ടതുണ്ട്. നമ്മളൊരു സ്ഥലം സന്ദർശനത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥലത്തിന് അതിൻ്റേതായ ഒരു ജീവനും ആത്മാവും ഉണ്ട്. അത് മനസ്സിലാക്കി വേണം നാം ആസ്വദിക്കാനും പെരുമാറാനും ശീലിക്കേണ്ടത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, എനിക്ക് കാണാൻ കഴിഞ്ഞത് കന്യാകുമാരിയിൽ എത്തിച്ചേർന്ന ബഹുഭൂരിപക്ഷവും ഒരു ഉത്സവ പറമ്പിലേക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ എത്തിപ്പെട്ട ആളുകളെ പോലെയായിരുന്നു പെരുമാറിയത്. എങ്ങനെയാണ് ഇത്തരം മഹത്തായ ഒരു പുണ്യഭൂമിയിൽ ബഹളം വെച്ചുകൊണ്ടും അലസമായും നടക്കാനാവുക? 1893 ചിക്കാഗോ ലോകമത മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിൽ സന്ദർശിക്കുകയും ഈ പാറയിൽ 2 ദിവസത്തോളം ധ്യാനത്തിലേർപ്പെടുകയും ജ്ഞാനം നേടുകയും ചെയ്തെന്ന് പറയപ്പെടുന്നു. ഇന്നിവിടെ മനോഹരമായ ധ്യാന മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മണ്ഡപത്തിലിരുന്ന് ധ്യാനത്തിലേർപ്പെടാം. പക്ഷേ അഗാധമായി ധ്യാനത്തിലേർപ്പെടാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ വെച്ച് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകപ്രശസ്തമായ സ്ഥലം ഒന്ന് കണ്ടു കളയാം, കുറച്ച് സെൽഫികൾ പകർത്താം, അല്ലെങ്കിൽ വീഡിയോ. ഞാൻ കന്യാകുമാരിയിൽ സന്ദർശിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാവരുത് കന്യാകുമാരിയിലെ സന്ദർശനം. ഊട്ടി, കൊടൈക്കനാൽ പോലെ ഉത്സവാന്തരീക്ഷം ആഘോഷിക്കാൻ വേറെ നിരവധി ഇടങ്ങളുണ്ട്. ഇത്തരം മഹത്തായ ഇടങ്ങളെ ഉത്സവപ്പറമ്പുകളാക്കരുത്. അഥവാ സന്ദർശിക്കുന്നുവെങ്കിൽ സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയെങ്കിലും മനസ്സിലാക്കണം. സ്വാമി വിവേകാനന്ദൻ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഈ പ്രദേശത്തു നിന്നും ഓടി രക്ഷപ്പെട്ടനെ. വിവേകാനന്ദ പാറയ്ക്ക് സമീപമായി പ്രമുഖ തത്വചിന്തകനായിരുന്ന തിരുവള്ളുവരുടെ വലിയ പ്രതിമ നമുക്ക് കാണാം. അവിടെ പുനർനവീകരണം നടക്കുന്നതുകൊണ്ട് താൽക്കാലികമായി പ്രവേശനം നിർത്തിവെച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് പ്രതിമയെ അടുത്തായി തന്നെ കാണാം. കൂടാതെ സ്വാമി വിവേകാനന്ദൻ്റെ പഠനങ്ങളുമായി ബന്ധപ്പെട്ട സാഹിത്യവും മറ്റു പുസ്തകങ്ങളും വിൽക്കുന്ന ഒരു ഗ്രന്ഥശാല സമീപമുണ്ട്. ഇത്രയും അപൂർവതയും സൗന്ദര്യവും ചേർന്ന ഈ പ്രദേശത്തെ അതിൻ്റെ ആഴത്തിൽ ആസ്വദിക്കുന്നതിന് തടസ്സമാകുന്നത് ജനക്കൂട്ടം തന്നെ. എനിക്ക് നന്നായി ആസ്വദിക്കാനായില്ല. അധികം താമസിയാതെ തന്നെ വിവേകാനന്ദ പാറയിൽ നിന്നും തിരിച്ചു മടങ്ങുമ്പോഴും ഫെറി ബോട്ടിനായി തങ്ങളുടെ ഊഴം കാത്തു നിൽക്കുന്ന ജനക്കൂട്ടത്തെ എനിക്ക് കാണാമായിരുന്നു. ഹോട്ടലിലെത്തി. ഫ്രഷായി ഉടനെ സമീപമുള്ള മറ്റൊരിടം തേടിയിറങ്ങി. വട്ടക്കോട്ടൈ. കന്യാകുമാരിയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. 5 ഗ്രാമം ബസ്സിൽ കയറി വട്ടക്കോട്ടയ്ക്ക് ചെന്നിറങ്ങാം. അവിടെ നിന്നും 1 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കണം. കോട്ടയ്ക്ക് സമീപത്തേക്കായി ബസ് സർവീസ് വേണമായിരുന്നു. ഒരുപക്ഷെ സന്ദർശകർ കുറവായതുകൊണ്ടാവണം
ഞാൻ ഹോട്ടലിൻ്റെ സമീപത്ത് നിന്നും ഓട്ടോ വിളിച്ചു. 150 രൂപയാണ് ഓട്ടോക്കാരൻ ആവശ്യപ്പെട്ടത്. അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ 250 രൂപയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓട്ടോക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. സമയം പാഴാക്കണ്ടെന്ന് കരുതി. കൂടുതൽ വൈകുന്നതിനനുസരിച്ച് ചൂട് കൂടും. ഓട്ടോ കോട്ടയ്ക്ക് തൊട്ടരികെ വരെ എത്തിച്ചേർന്നു. പുറമേ നിന്ന് കാണുമ്പോൾ വലിയ പ്രത്യേകതയൊന്നും തോന്നില്ല. പക്ഷേ അകത്ത് കയറി മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് ദൃശ്യവിസ്മയം സാധ്യമാകുന്നത്. ഏകാന്തതയുടെ അപാര തീരവും തേടി ഏതോ ഒരാൾ അങ്ങ് വിദൂരതയിലെ ചക്രവാളത്തിലേക്കും നോക്കിയിരിപ്പുണ്ടായിരുന്നു. കന്യാകുമാരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ ചെറിയൊരിടം. പക്ഷേ എനിക്ക് കന്യാകുമാരിയേക്കാളും ആസ്വാദ്യകരമായി അനുഭവപ്പെട്ടു. ഒരു പക്ഷേ ആൾക്കൂട്ടത്തിൻ്റെ അഭാവമായിരിക്കാം. പതിനെട്ടാം നൂറ്റാണ്ടിൽ ട്രാവൻകൂർ ആർമിയുടെ കമാൻഡർ ആയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുൻ ഡച്ച് കപ്പൽ വ്യോമസേനയുടെ ക്യാപ്റ്റൻ ഡി ലെനോയിയുടെ മേൽനോട്ടത്തിലാണ് ഈ വട്ടക്കോട്ട പണിതത്. തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയുടെ വിശ്വാസം നേടിയെടുത്ത് പ്രതിരോധ താവളങ്ങളുടെ ഭാഗമായാണ് വട്ടക്കോട്ട പണിതത്. ഗ്രാനൈറ്റ് ബ്ലോക്കുകളിലാണ് ഈ കോട്ടയുടെ നിർമ്മാണം. ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു സംരക്ഷിത സൈറ്റ് ആണിത്. ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് പശ്ചിമഘട്ട കുന്നുകളും കൊണ്ട് മനോഹരമാണിവിടം. വട്ടക്കോട്ടയുടെ ദൃശ്യങ്ങൾ പകർത്തി ഹോട്ടലിലേക്ക് തിരിച്ചു. റെയിൽവേയുടെ ആപ്ലിക്കേഷനിൽ കയറി നോക്കി. വൈകിട്ട് ചെന്നൈ ഭാഗത്തേക്ക് കന്യാകുമാരിയിൽ നിന്നും ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. കന്യാകുമാരിയിലെ സൂര്യാസ്തമയം പകർത്താൻ നിന്നില്ല. വൈകുന്നേരത്തെ 5:20 ചെന്നൈ ട്രെയിനിൽ കയറി അടുത്തടുത്തേക്ക് യാത്ര തിരിച്ചു.